വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷന്റെ YMCAയുടെ ഓപ്പറേഷൻ തുഫാൻ ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ അനുമോദനവുമാണ് നടക്കുന്നത്. ഇന്ന് കേരളം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തുഫാനുള്ള വൻപിച്ച പിന്തുണ ജനങ്ങൾ നൽകി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളം മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഒന്നാമതായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പണ്ട് ലഹരിയുടെ കാര്യത്തിൽ പഞ്ചാബായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇന്ന് ആ പഞ്ചാബിനെ കടത്തി വെട്ടിക്കൊണ്ട് കേരളം ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഓപ്പറേഷൻ തുഫാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന അമ്മമാരും സഹോദരിമാരുമാണ്. എനിക്ക് വരുന്ന കത്തുകൾ, ഫോൺ കോളുകൾ, ഇമെയിലുകൾ, പോകുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മളുടെ അമ്മമാരുടെ വേദന, അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം എല്ലാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നു. ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോഴുണ്ടാകുന്ന വേദന, അത് അച്ഛന്മാരെക്കാൾ കൂടുതൽ അമ്മമാരിലാണ് പ്രതിഫലിക്കുന്നത്. എല്ലായിടത്തും. ഇന്നലെ ET മുഹമ്മദ് ബഷീർ MP രാവിലെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ സ്ത്രീകൾ അടക്കമുള്ളവർ ഇറങ്ങി പ്രകടനങ്ങൾ നടത്തുകയാണ് കുട്ടികളോടൊപ്പം. ഏറ്റവും വലിയ പ്രശ്നം ഇത് പെൺകുട്ടികളിൽ വ്യാപകമാകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കാസർഗോഡ് പോലീസ് ഒരു ഫാക്ടറി പിടിച്ചു. ക്ലീൻ കമ്പനി എന്നാണ് ഫാക്ടറിയുടെ പേര്, ബോർഡ്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അത് പിടിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് ചെറിയ മുട്ടായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. കൂൾ ലിപ്സ് എന്ന് പറയുന്ന ഒരു മുട്ടായി പോലൊരു സാധനം കേരളത്തിൽ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കുകയാണ്. ഈ കൂൾ ലിപ്സ് ഇങ്ങനെ ലിപ്സിൽ വയ്ക്കുക, മയക്കുമരുന്നാണ്, അതിനുള്ളിൽ മയക്കുമരുന്നാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു മുട്ടായിയാണെന്ന്, വല്ലക്കടലാസിൽ പറഞ്ഞ മുട്ടായിയാണ്. ലക്ഷക്കണക്കിന് കൂൾ ലിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി, ആ കമ്പനി, ആ ഫാക്ടറി മെഷീനറിക്ക് തന്നെ 60 ലക്ഷം രൂപയാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ഉണ്ടാക്കി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതാണ് മുഴുവൻ പോലീസ് പിടിച്ചത്. ആലോചിച്ച് നോക്ക്, നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണിത്. ആദ്യം ഇത് കൊടുക്കുമ്പോൾ മധുരം ഉണ്ടാവും, വീണ്ടും കുട്ടികൾ ആവശ്യപ്പെടും. അത് പയ്യെ മയക്കുമരുന്ന് അതിൽ ചേർത്ത് ഉള്ള ഗുളികയാണ് പിന്നീട് നൽകുന്നത്. ക്യാച്ച് ദം യങ്, ചെറിയ പ്രായത്തിൽ അവരെ കൈക്കലാക്കാനുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ ഒരു വലിയ ആസൂത്രണമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള, നമ്മൾ 70 കോടി രൂപയുടെ സാധനങ്ങളാണ് പോലീസ് മാത്രം പിടിച്ചത്. അപ്പൊ നമ്മുടെ ഇതിന്റെ വ്യാപനം എത്രമാത്രം ആഴത്തിലുള്ളതാണ്. പത്തനംതിട്ട പോലീസ് 2 ആഫ്രിക്കൻ പൗരന്മാരെ പിടിച്ചത്, ഒന്ന് ഡൽഹിയിൽ നിന്നും ഒന്ന് ബാംഗ്ലൂരിൽ നിന്നും. വലിയ സാഹസികമായിട്ടാണ് അവർ പിടിച്ചത്. അവരിതിന്റെ കണ്ണികളായിരുന്നു. അവരുടെ കയ്യിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തേടിയപ്പോഴാണ് വിദേശത്ത് നിന്ന് വരുന്ന ഈ മയക്കുമരുന്നിന്റെ ശൃംഖല പൂർണ്ണമായി നമുക്ക് മനസ്സിലായി. ഇത് കരയിലൂടെ വരുന്നു, ആകാശത്തൂടെ വരുന്നു, കടലിലൂടെ വരുന്നു. നമ്മുടെ കേരളത്തിലെ കൊച്ചു കുട്ടികളെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലക്ഷ്യമാക്കി ഈ മയക്കുമരുന്ന് വ്യാപിക്കുകയാണ്. ചൈൽഡ് കമ്മീഷൻ ഒരു തീരുമാനം എടുത്ത സാധനം, കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുത്, കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുതെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ടീച്ചേഴ്സ് കുട്ടികളുടെ ബാഗ് പരിശോധിച്ചാൽ എന്താ കുഴപ്പം? പരിശോധിക്കേണ്ടതാണ്. പണ്ടൊക്കെ പരിശോധിക്കുമായിരുന്നു. ഇപ്പൊ കുട്ടികളെ വഴക്ക് പറയാൻ പോലും പറ്റത്തില്ല അധ്യാപകർക്ക്. ബാഗിനകത്ത് പരിശോധിക്കരുതെന്നുള്ള നിയമം, അപ്പൊ ആ നിയമം മാറ്റാൻ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം മാറ്റാൻ വേണ്ടി ഞാൻ അവർക്ക് കത്തയച്ചിരിക്കുക. അത് ശരിയല്ല. കുട്ടികൾ എന്താണ് കൊണ്ടിരുന്നത്?
എന്താണ് ഉപയോഗിക്കുന്നത്? ഇത്രയും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരാണ്. താമരശ്ശേരിയിൽ രണ്ടാനച്ഛന് കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ ഉണ്ട് കുട്ടികൾ, അതിനകത്ത് മദ്യം ഒഴിച്ചു. ഈ കുട്ടി ക്ലാസ്സിൽ വന്ന് വെള്ളമാണ് എടുത്തു കുടിച്ച് ഛർദ്ദിച്ച് പക്ഷേ ആ കുട്ടി ആശുപത്രിയിൽ കൊടുത്തയാളെ നമ്മൾ പിടികൂടി പോലീസ്. അപ്പൊ എത്ര ക്രൂരതയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ലഹരിയുമായി ബന്ധി നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ഏതാണ്ട് 50% കുറഞ്ഞു. ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ ഒരു മാസം അക്രമങ്ങൾ കുറഞ്ഞു, ആക്സിഡന്റുകൾ കുറഞ്ഞു, കൊലപാതകങ്ങൾ കുറഞ്ഞു. എന്തുകൊണ്ട്? ഈ ലഹരിയുടെ വ്യാപനത്തെ കേരള ഗവൺമെന്റിന് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞത് കൊണ്ടാണ്.